വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയമുഖത്ത്. ഓരോ കുടുംബം നാലാമയിടത്തും അവരുടെ പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ ഒട്ടനവധി മൂർത്തികളുള്ള പല കുടുംബങ്ങളുണ്ട്. പല കുടുംബങ്ങളുണ്ടായാലും അതിൽ നിന്ന് പല കുടുംബക്കാരും വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ അതിനെ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് വിട്ടുപോവുകയോ ചെയ്യുന്ന പലവരുണ്ട്. കാരണം അത് ചിലവർക്ക് ജോലിയുടെ ഭാഗമായിട്ട്, ചിലവർക്ക് നാട്ടിൽ അവിടെ നിൽക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളെ കൊണ്ട്, ചിലവർക്ക് കടം വന്നു ആ കടത്തിനെ മാറ്റണമെങ്കിൽ ഇരിക്കുന്ന സ്ഥലം വിൽക്കേണ്ട അവസ്ഥ വരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ ധർമ്മദൈവാദികളെ ചിലപ്പോൾ അവർ പോണിടത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതെന്തെങ്കിലും ചെയ്തിട്ട് അത് അവരവിടെ ഇട്ടും സ്ഥലം കച്ചവടമാക്കും. വാങ്ങിക്കുന്ന ആളാവും ഇതിനെ പിന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കുക. അപ്പം ഇതിനെ എടുത്തിട്ടൊക്കെ കിണറ്റിലെ കുഴിയിലെ കൊണ്ടിടാം. അല്ലെങ്കിൽ കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ റിസ്ക് ഒന്നും എടുക്കില്ല, പൈസ ചിലവാകാനൊന്നും. എങ്കിലും അവരുടേതായ ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു പകിട്ട് മറ്റൊരാൾ ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം ഈ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചരിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ആചരിച്ചു വന്നിരുന്ന ആ കാലഘട്ടത്തിൽ അതിനനുസരിച്ച് ഗുണങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നമുക്ക് പലർക്കും അന്ധവിശ്വാസത്തിൻ്റെ പേരിലും അനാചാരത്തിൻ്റെ പേരിലും ചിലർ അതിൽ കൂടുതൽ ആകൃഷ്ടരായിട്ട് വരുന്നു, ചിലർ തീരെ വിശ്വാസമില്ലാണ്ട് വരുന്നു. അപ്പോൾ അത് വിശ്വാസം കൂടിയത് കൊണ്ടും തീരെ കുറഞ്ഞത് കൊണ്ടും വരുന്നതാണ്. ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നതാണ് വെച്ചാൽ അതങ്ങനെ നിലനിന്ന് പോകേണ്ടതാണ്. അതേപോലെ തന്നെ അവരുടെ ഓരോ കാരണവന്മാരും ആ പഠിച്ച് സേവിച്ച് വന്നിട്ടുള്ളതായ തലമുറകളായിട്ട് കൈമാറി വരുന്നതായ മന്ത്രരഹസ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ പൂജാവിധികൾ എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ചെയ്യണം എന്നുള്ളത് അതിൻ്റെ താഴെ വരുന്നതായ ആളുകൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കില്ല. ഒന്നെങ്കിൽ അയാൾക്ക് നേരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാവില്ല, അവർ തമ്മിൽ പ്രശ്നങ്ങളാവും. അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ആ കർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ ആ കർമ്മി മാത്രം കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക. അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്നു, അല്ലെങ്കിൽ അവശനായി, അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ ഈ പറഞ്ഞു കൊടുക്കില്ല. കാരണം ചിലപ്പോൾ സംസാരശേഷിയൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കൂല, മറ്റുള്ള ആളുകൾ അവരോട് ചോദിക്കൂല. അവർ വലിയ കഥാശയ്ക്ക് വെയിച്ചിട്ട് നടക്കുന്ന ആഴ്ചകൾ പൊക്കോട്ടെ എന്നുള്ള രൂപത്തിൽ ചിലപ്പോൾ അവരോട് ആവശ്യപ്പെടില്ല. അപ്പം ഇത് എങ്ങനെയായാലും ശരി, ആ കുടുംബത്തിലെ ധർമ്മദേവാദികൾക്ക് കർമ്മം ചെയ്യേണ്ടതായ രീതി, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ആർക്കെന്ത് ചെയ്യണം, ആർക്ക് എന്ത് ചെയ്യാം. ഉത്തമത്തിൽ ചെയ്യുന്നവർക്ക് മധ്യമത്തിൽ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. മധ്യമ കർമ്മം ചെയ്യുന്നവർക്ക് ഉത്തമത്തിൽ ചെയ്തിട്ടും അത് തൃപ്തിയാവില്ല. ആർക്കും ഉത്തമത്തിൽ ആദ്യം ചെയ്യാം, അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ഉത്തമം കഴിഞ്ഞാൽ അവർക്ക് മധ്യമ കർമ്മം ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് ആവശ്യമാണ്, ചിലപ്പോഴല്ലാതെ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് കള്ളും തവളോ അല്ലെങ്കിൽ ഗുരുതിയോ അതിലൊന്നും വിശേഷപ്പെട്ടെന്ന് പറഞ്ഞാൽ കോഴിയോ മറ്റെന്താണ് വെച്ചെങ്കിലും ആവാം, അതിൽ തർക്കമില്ല. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം നാലാമയിടത്തേക്ക് യാതൊരു ലാഭത്തിനും അനർത്ഥങ്ങളും ഇല്ലാതെ സാമ്പത്തികമായിട്ടുള്ള പരാജയങ്ങളുണ്ടെങ്കിലും ആ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാനും ഐശ്വര്യം, സന്തോഷവും, സമ്പത്തും ഉണ്ടാക്കാനായിട്ട് ആ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് സാധിക്കും. ചിലവരെ ധർമ്മദൈവങ്ങൾ ചില ശക്തമായിരിക്കുന്ന ചില ബന്ധനത്തിലോ അല്ലെങ്കിൽ ശക്തി കുറവാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു നാലാമയിടത്തെ ആ കുടുംബനാഥനെ ഏതൊരു തരത്തിലുള്ള ബന്ധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ബന്ധനം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വ്യക്തികൾക്കൊന്നും അറിയില്ല. പക്ഷേ അവിടെ ഇരിക്കുന്ന മൂർത്തികൾക്കറിയാം. അവരാവും വരുന്ന മൂർത്തികളെ ആ ബന്ധനത്തിൽ വരുന്ന അസംഖ്യ മൂർത്തികളുണ്ടെങ്കിൽ അവരൊക്കെ ഒറ്റയ്ക്ക് നേരിടുന്നത് നമ്മുടെ കുലദൈവങ്ങളോ അല്ലെങ്കിൽ ഗുരുമുത്തച്ഛന്മാരോ ആയിരിക്കും. അവരോട് ഏറ്റുമുട്ടിയിട്ട് ചിലപ്പോൾ പരാജയനായിട്ട് ഇരിക്കുന്ന സമയത്തോ മറ്റുള്ള എല്ലാ ദുരിതങ്ങളും വന്ന് കയറുക. അപ്പം അവർക്ക് നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പം അങ്ങനെയുള്ളതായ ദുരിതങ്ങളൊക്കെ ഉണ്ട്. ചില നോക്കിയറിഞ്ഞ് കൃത്യമായിട്ടുള്ളതായ പരിഹാരങ്ങൾ ചെയ്ത് അവരെ ശക്തിപ്പെടുത്തുക. ആ ധർമ്മദൈവങ്ങളെ വെച്ചാരാധിച്ചിരുന്ന ധർമ്മദേവാദികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിട്ടുപോകും. പക്ഷേ ആ കുടുംബത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും വിട്ടുപോകുണ്ടാവുക. പിന്നീട് അത് ചേർക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിയില്ല. അത് ശാപത്തോടുകൂടി, മനോവിഷമത്തോടുകൂടി ഇറങ്ങിപ്പോകുമ്പോൾ ആ ശാപം തീർക്കാനായിട്ട് ചിലപ്പോൾ ആ കുടുംബക്കാർക്ക് കഴിയുന്നു വരില്ല. അപ്പോൾ ആ ധർമ്മദൈവങ്ങളെ വെച്ച് ആരാധിക്കേണ്ടത് അതിന് യാതൊരു തർക്കങ്ങളോ വഴക്കുകളോ വിഷമങ്ങളോ ഇല്ലാതെ അതിന് കൃത്യമായിട്ട് ആചരിക്കുക. അവർക്ക് അതിന് കർമ്മങ്ങൾ കൊടുക്കുക.
ആ കർമ്മങ്ങൾ കൊടുക്കുന്ന രീതികൾ മനസ്സിലാക്കാനായിട്ട് താഴെയുള്ള തള്ള വരുന്നതായ അനിയൻ്റെ മക്കളാവാം, ചേട്ടൻ്റെ മക്കളാവാം, അല്ലെങ്കിൽ സ്വന്തം മക്കളാവാം, മക്കളുടെ മക്കളാവാം, ആരായാലും ഇത് ഇന്ന മൂർത്തിയാണ്, ഇത് ഇന്ന ദൈവമാണ്, ഇത് ഇന്ന സ്വാമിയാണ്, ഈ സ്വാമിക്ക് ഇന്നമാതിരി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക, അത് ഇന്നമാതിരി ചെയ്യണം. ആ കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വാതിലടച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ നിഷ്ഠകളുണ്ട് വെച്ചെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി ശരിയിലേക്ക് വരിക. ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും തെറ്റുണ്ടെങ്കിൽ അപ്പോഴും ശരിയിലേക്ക് വരാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തോ മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് കുടുംബ 4-ാം ഇടത്തിലെ മന്ത്രമൂർത്തികളൊക്കെ നശിച്ചു പോകാനായിട്ടുള്ള കാരണം. അങ്ങനെ നശിച്ചു പോയിട്ട് അത് ഓരോരുത്തരും വീട്ടിലിരിക്കുന്നതായ ദൈവങ്ങൾ റോട്ടിലോ വഴിവക്കിലോ ഒക്കെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ അതിൻ്റെ ശക്തി പോയിട്ടില്ല, ഇത് ആവാഹിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ദുരിതങ്ങളാണ് അനുഭവിക്കുക. അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ക്ഷീണം ആ കുടുംബം 4-ാം ഇടത്ത് മറ്റുള്ളതായ ആളുകളും അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടായിരിക്കും. മറ്റുള്ള ആളുകളും അത് ഇതിൻ്റെ വൈഷമ്യത്തിനാൽ മറ്റുള്ള ആളുകൾക്കും ഇതിൻ്റെ ദോഷദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം അങ്ങനെ ആ ദോഷങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ അതുവരെയുള്ള നല്ല നില, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത, കുടുംബത്തിലെ സന്തോഷങ്ങൾ, മക്കൾക്കുള്ള ഉയർച്ചകൾ, പഠിപ്പുകൾ, അതൊക്കെ തകിടം മറിയുന്ന അവസ്ഥകൾ വരിക. അപ്പം അതിനെ നോക്കിയറിഞ്ഞ് കൃത്യമായിട്ട് അവരുടെ ധർമ്മദേവാദിൽ എന്താ, ആ ധർമ്മദേവാദിൽക്ക് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാം, ആ കർമ്മം ചെയ്യുമ്പോൾ ഉത്തമത്തിൽ ചെയ്യുന്നവർക്ക് ഉത്തമം മാത്രം ചെയ്യാം, മധ്യമകർമ്മം ചെയ്യുന്നവർക്ക് ഉത്തമം കഴിഞ്ഞാൽ അവർക്ക് മധ്യമകർമ്മം ചെയ്യണം. അപ്പം അതിനെ പഴയ പോലെ ഇതിനെ നോക്കിയിരിക്കാൻ മാത്രം പറ്റുന്ന ആളുകളല്ല ഇപ്പോൾ ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലികളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് ആ ഒരു കളിയാക്കലോ അല്ലെങ്കിൽ അനർത്ഥങ്ങളായിട്ടോ വിശ്വാസമില്ലായ്മയുടെ പേരിലൊക്കെയാണ് അവർക്ക് തോന്നുക. അപ്പം അതെങ്ങനെ തോന്നിയാൽ തന്നെ അവനവൻ്റെ ധർമ്മദൈവാദികൾ അവനവൻ സംരക്ഷിക്കേണ്ടതാ. അപ്പം അത് കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ കർമ്മങ്ങൾ ചെയ്ത് ഉത്തമത്തിലുള്ള കർമ്മം കഴിഞ്ഞു, പിന്നെ മധ്യമത്തിലുള്ള കർമ്മം, ആ മധ്യമത്തിലുള്ള കർമ്മങ്ങൾ കഴിഞ്ഞാൽ അത് എല്ലാവരും ആ കുടുംബം 4-ാം ഇടത്ത് എല്ലാവരും പൂജിക്കാനായിട്ട് നോക്കുക. ആരൊക്കെയുണ്ട് വന്നിട്ടുണ്ട് എല്ലാവരും ചേർന്ന് പൂജിക്കാനായിട്ട് നോക്കുക. ആ ദൈവത്തിൻ്റെ കൃപ, അതിൻ്റെ കരുണ അല്ലെങ്കിൽ സഹായങ്ങൾ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ആ ദൈവത്തിനോട് ഏറെ ചേർന്ന് നിൽക്കണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലൊക്കെ മാറ്റി അവർ കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുക. ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രീതിപ്പെടുത്തുമ്പോൾ അത് വിചാരിച്ച മാതിരി ഒരു ഇതില്ല, അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ തോന്നുന്നില്ല. കർമ്മം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉറക്കം വരിക, അല്ലെങ്കിൽ കോട്ടുവായ വരിക, അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്കണ്ടെന്ന് തോന്നുക. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ പോയിട്ട് മാറിയിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കഷ്ടങ്ങളുടെ കാലമാണ്, കഷ്ടമാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം നമുക്ക് വേണ്ട നമ്മുടെ ദൈവത്തിനെ ചിന്തിക്കാൻ കഴിയാതെ മറ്റൊരു ദൈവത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളതായ കാര്യങ്ങളെ കൊണ്ടൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ അത് വലിയൊരു വിഷമമായിട്ട് വരിക. അപ്പോൾ ആ ദൈവം നമ്മുടെ വീട്ടിലുള്ളതാണ്, അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കാര്യം. അപ്പം അങ്ങനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ തീർന്ന് ഭാവിയിലേക്ക് അവർക്ക് നല്ലത് തന്നെ വരും. അപ്പോൾ കുടുംബദൈവങ്ങൾ പ്രീതിപ്പെട്ട് കഴിഞ്ഞാൽ മറ്റെല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് വരിക. ആ കുടുംബദൈവങ്ങളും മറ്റും വിരോധത്തിലാണെങ്കിലോ നമുക്ക് യാതൊരു തരത്തിലുള്ളതായ നല്ലതായ ചെയ്തികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇപ്പം ആ ധർമ്മദൈവങ്ങളിൽ ചാത്തന്മാരുണ്ടെങ്കിൽ ചാത്തന്മാർക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ വേണം. അത് അതേപോലെ തന്നെ മലബാരൻ ദൈവങ്ങളായാലും ശരി, മലബാരൻ ദൈവങ്ങളായാലും നമ്മുടെ ഇഷ്ടത്തിനെ ഞങ്ങൾ കർമ്മം ചെയ്യുള്ളൂ, നിങ്ങളുടെ ഇഷ്ടത്തിനല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇരിക്കുന്ന ആളുടെ അഭിരുചി അനുസരിച്ച്, ആളുടെ ഇഷ്ടം അനുസരിച്ചാണ് മറ്റുള്ളവർ ഭക്ഷണം വിളമ്പോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ചെയ്യാം. അത് വന്നിട്ടുള്ള ആള് നിർബന്ധം പിടിച്ച് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം ആയതുകൊണ്ട് ആ മന്ത്രമൂർത്തികൾക്ക് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതിനെ ഗുരുതി ഉണ്ടാക്കുന്നിടത്ത് പച്ചവെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ കുമ്പളങ്ങ വെച്ചിട്ടോ അല്ലെങ്കിൽ സങ്കല്പ രൂപേണ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിൻ്റെ തനതായ കർമ്മങ്ങൾ എന്താണെങ്കിൽ ചെയ്യുക, വർഷത്തിലൊരിക്കലെങ്കിലും. അപ്പം അതിനെ ചാത്തന്മാർക്കാണെങ്കിൽ 9 അടിക്ക് കളം കിട്ടുക. ചാത്തനോ കരിങ്കുട്ടിക്കോ പറക്കുട്ടിക്കോ അതേപോലെയുള്ളതായ 10 കുറേ 400 കൊച്ചുകുട്ടി ചാത്തന്മാർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ
9 അടിക്ക് കളം ചെയ്യാം, കെട്ടാം. അതേപോലെ തന്നെ ഗുളികനെ ഗുരുക്കന്മാർക്ക് ആദിഗുരു മുത്തപ്പൻ അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കൊക്കെ കർമ്മം ചെയ്യുമ്പോൾ 5 അടിക്ക് കളം കെട്ടിയിട്ട് ചെയ്യാം. അത് ഭദ്രകാളി ആ കുടുംബ 4-ാം ഇടത്തിലെ ആ അമ്മ ഭഗവതിക്ക് ചെയ്യേണ്ടത് 16 അടിക്ക് കളം കെട്ടിയിട്ടാണ് കർമ്മം ചെയ്യേണ്ടത്. അത് കർമ്മം ചെയ്യുമ്പോൾ ആദ്യം 16 തൊട്ട് ചെയ്യണം. 16, 9, 5 അങ്ങനെ ഒരു കീഴ്വഴക്കത്തിൽ ആണ് എല്ലാവരും നീങ്ങിപ്പോവുക. അപ്പൊ ഭദ്രകാളിക്കും ചാത്തന്മാർക്കും മറ്റ് ഗുളികനും ഗുരുമുത്തച്ഛന്മാർക്കും കേട്ട് അപ്പൊ അവർക്ക് ചെയ്യേണ്ടതായ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ, കള്ളും തവിടും കോഴിയും ഗുരുതിയോട് കൂടിയിട്ടൊക്കെ കർമ്മങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അത് പാകം ചെയ്തിട്ട് അതും ഈ ദൈവങ്ങൾക്കായിട്ട് തന്നെ നീതിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായ ശക്തി കുറഞ്ഞിരിക്കുന്നതായ ശക്തി കൂടി വന്ന് അവർക്ക് വേണ്ടുന്നതായ എന്തൊരു കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ആ ധർമ്മദൈവങ്ങൾ വളരെയധികം വിഷമത്തോടു കൂടി ചീത്തപ്പേരോട് കൂടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുക. അപ്പൊ അതിന് ഇടവരുത്താതെ കണ്ട് കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ നല്ല രൂപത്തിൽ നീക്കുക, കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. അതില്ലാത്ത അവസ്ഥയിൽ വേണം. അതിനാണ് രാത്രിയിലൊക്കെ കള്ളം കെട്ടിയിരുന്നത്, വരവ് പോക്ക് അതിനൊക്കെ തടസ്സമാകുമ്പോൾ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും വിഷമായിട്ടോ ഒക്കെ തോന്നുന്നുണ്ട് വെച്ചെങ്കിലേ ആ വിഷമത്തിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് നീക്കം ചെയ്യാം. എന്നിട്ട് അവർക്ക് കർമ്മപ്രീതി വരുത്തുക. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ളതായ വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാല് തൽക്കാലം എന്നോണം ഒരു നാളികേരെടുത്ത് അതിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒരു 5 തിരി എടുത്തിട്ട് എണ്ണയിൽ മുക്കി കത്തിച്ചതിന് ശേഷം ആ നാളികേരത്തുമ്മ വയ്ക്കുക. ആ നാളികേരത്തുമ്മ വെച്ചിട്ട് ആ ദേവതകളേനും മന്ത്രമൂർത്തികളേനും വ്യക്തികളും ഒരു 21 തവണ അവരൊഴിഞ്ഞിട്ട് ആ നാളികേരം അടിച്ചുടയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം കൃത്യമായിട്ട് നല്ല ഗുരുതിയോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായിരിക്കുന്ന വെള്ളമോ തെളിച്ച് ആ ധർമ്മദൈവങ്ങൾക്ക് കർമ്മപ്രീതി വരുത്തുക. അപ്പൊ അവർക്ക് വെച്ചിട്ടും അതേപോലെ തന്നെ വെച്ച് നിവേദ്യം ഇതൊക്കെ ചെയ്യുമ്പോൾ ധർമ്മദൈവങ്ങൾക്ക് ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ധർമ്മദൈവങ്ങളെ ശക്തി വർദ്ധിച്ച് ആ കുടുംബ 4-ാം ഇടത്തിൽ എല്ലാ മക്കൾക്കും കുടുംബത്തിനും നല്ലതായ അനുഗ്രഹങ്ങളെ ഉണ്ടാക്കി തരും. സാമ്പത്തികമായിട്ടുള്ള തോൽവി പരാജയമൊക്കെ മാറ്റി നല്ല രൂപത്തിലാക്കി തരും. അപ്പൊ അവരുടെ ധർമ്മദൈവാദികള് ഇപ്പോ ഈ അമാവാസിയാണ് വരുന്നത്. ഈ അമാവാസിക്കും കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അമാവാസിക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചാൽ 100% സന്തോഷം. അവരുടെ ഒക്കെ അനുഗ്രഹങ്ങൾ പ്രത്യേകം ഉണ്ടാകും. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.